വാർത്തകൾ വിശദമായി നോക്കാം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിളിച്ച ചർച്ചയും പരാജയപ്പെട്ടതോടെ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് ആശാപ്രവർത്തകർ. ഓണറേറിയം വർധനവിലും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കലിലും സർക്കാർ അനുകൂല തീരുമാനം ഉണ്ടാകാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ആശാപ്രവർത്തകർ. കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ആശമാരുടെ വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി വീണ ജോർജ് നാളെ ഡൽഹിക്ക് പുറപ്പെടും. ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ കെട്ടണഞ്ഞ ഒരു പകലുകൂടി കടന്നുപോയിരിക്കുന്നു. ഇന്നിപ്പോൾ NHMന്റെ നേതൃത്വത്തിലും ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലും വിളിച്ചു ചേർത്ത 2 ചർച്ചകളും പൂർണ്ണ പരാജയം. ഖജനാവ് കാലിയാണെന്ന മറുപടി NHM വിളിച്ച ചർച്ചയിൽ നിന്ന് ലഭിച്ചപ്പോൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന അഭ്യർത്ഥനയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആശമാർക്ക് ലഭിച്ചത്. NHM ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയലും സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ ബിജോയുടെ നേതൃത്വത്തിലുള്ള NHMന്റെ ഉദ്യോഗസ്ഥരെല്ലാവരും ചേർന്നാണ് ഈ ചർച്ച നടത്തിയത്. പ്രധാനപ്പെട്ട ഡിമാൻഡുകളൊന്നും തന്നെ ചർച്ച ചെയ്തില്ല. അതുകൊണ്ട് സർക്കാരിന് പണമില്ല, സമയം കൊടുക്കണം, നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്തിരിയണം എന്നതാണ് അവർ ഇത്രയും സമയം കൊണ്ട് നമ്മളോട് ആവശ്യപ്പെട്ടത്. തുടർന്ന് രാപ്പകൽ സമരവേദിയിൽ കണ്ടത് പ്രതീക്ഷ മങ്ങിയ ആശാപ്രവർത്തകരുടെ രോഷപ്രകടനം. പിന്നാലെ മന്ത്രി വീണ ജോർജ് നിയമസഭയിലേക്ക് ചർച്ചയ്ക്ക് വിളിക്കുന്നു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ച 2ാമത്തെ ചർച്ചയും പരാജയം. ആശാവർക്കർമാരോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്നത് കേരളമാണെന്ന സ്ഥിരം പല്ലവി ആവർത്തിച്ച് മന്ത്രി. ഓണറേറിയം ഉയർത്തുന്നതിലടക്കം സാവകാശം വേണമെന്നും സമരം അവസാനിപ്പിച്ച് മടങ്ങണമെന്നും അഭ്യർത്ഥന. ഇന്നത്തെ ചർച്ചയിൽ ആദ്യം തന്നെ ഞാൻ അഭ്യർത്ഥിച്ചത് ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങണം എന്നുള്ളതായിരുന്നു. ആശമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മന്ത്രി വിളിച്ചത് പേരിനൊരു ചർച്ചയെന്ന് സമരക്കാർ. ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നും ചർച്ചയിൽ പരിഗണിക്കപ്പെട്ടില്ല. നിങ്ങൾ പോകണം, നിങ്ങൾ തിരിച്ചു പോകണം. മന്ത്രി പറയുന്നത് എൻ്റെ ആശമാരെ ഇങ്ങനെ വെയിലത്തും മഴയത്തും ഇരുത്തുന്നതിൽ വിഷമമുണ്ട്, ആശമാർ പിരിഞ്ഞു പോകണം, ഇതാണ് ആവശ്യം. പ്രതീക്ഷയറ്റ് തിരികെ സമരവേദിയിലേക്ക് എത്തുമ്പോഴും സമരം തുടരുമെന്ന നിലപാടിൽ മാറ്റമില്ല. സംസ്ഥാന സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടമായതോടെ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ് കേരളത്തിലെ ആശാവർക്കർമാർ. തങ്ങൾ ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുകൂല നിലപാട് അറിയാതെ സമരം അവസാനിപ്പിച്ച് പിൻവാങ്ങില്ല എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാർ വ്യക്തമാക്കുന്നത്. സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.